ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ പതിവ് പോലെ നമ്മൾ അടുക്കള വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് പിന്നെ എന്താ വീഡിയോ ഇടാനുള്ളത്? നമുക്ക് ഈ അടുക്കള വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കിതൊക്കെ തന്നെ ഇടാനുള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ചോറിനുള്ള കറികളൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഈ മീനൊന്നും ഇന്ന് വാങ്ങിയിട്ടില്ല. അയിലയും മത്തിയൊക്കെയാണ് പോയതൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. മക്കൾക്ക് മീൻ അത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അയിലയും മത്തിയും പോയിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം മീൻ വാങ്ങിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണെങ്കിലും നമ്മൾ മുളകിൽ പൊള്ളിച്ചതാണെങ്കിലും ഒരു ടേസ്റ്റും ഇല്ല. പണ്ടൊക്കെ നമ്മൾ മീൻ വാങ്ങിയിട്ട് കറി വെച്ചാലും ഏത് രീതിയിൽ നമ്മൾ വെച്ചാലും ഒക്കെ കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അത് ഈ മീൻ കൊള്ളാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ വെച്ചെന്ന് പറഞ്ഞാലും ആ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. നമ്മുടെ വാതിക്കൽ റോഡിൽ കൂടെ സൈക്കിളുകാർ കൊണ്ടുവരുന്ന മീനാണ് കൂടുതലും നമ്മൾ വാങ്ങാറുള്ളത്. ചെമ്മീനൊക്കെ ആണെങ്കിൽ നമ്മളത് വാങ്ങിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നെങ്കിൽ ഇവിടെ ചേട്ടായി വേണം, അതല്ലെങ്കിൽ മോൻ വേണം. അവർ ഉണ്ടെങ്കിൽ വണ്ടിയെ പോയിട്ട് കുറച്ചങ്ങോട്ട് മാറിയിട്ട് പോയി മീൻ വാങ്ങിയിട്ടൊക്കെ വരും. അപ്പോൾ ഇന്ന് ചോറിന് മീൻ കറിയൊന്നും ഇല്ല. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ചെയ്യുന്നത് ഉണക്ക ചെമ്മീൻ വറുത്തെടുത്തിട്ട് തേങ്ങയും മുളക് പൊടി ഉള്ളി ഉപ്പും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി അരക്കില്ലേ, അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുകയാണ്. അനു ഇവിടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടുന്നുണ്ട്. പിന്നെ ചെറുപയറുണ്ടായിരുന്നു. ചെറുപയർ രാവിലെ പുട്ടിൻ്റെ കൂടെ ചെറുപയറായിരുന്നേ. അപ്പോൾ ബാക്കി ചെറുപയറുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈരും ഉണ്ട്. അപ്പോൾ അതൊക്കെ മതി നമുക്ക് ഇന്നത്തെ ചോറിന് കറികളായിട്ട് അതൊക്കെയുള്ളു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്ന് മോൾക്ക് പോകണ്ട, എക്സാം ആയതുകൊണ്ട് ഇന്ന് എക്സാം ഇല്ല. അപ്പോൾ ഇന്ന് പോകേണ്ട നാളെയുള്ളു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ മിസ്സ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന്. പുറത്തുനിന്ന് ഒരു സാറ് വരുന്നുണ്ട്, ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണം, തീർച്ചയായിട്ടും വരണമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോളൊന്നിച്ചും പറഞ്ഞു, അമ്മ എനിക്ക് ഉച്ചയ്ക്ക് കോളേജിൽ പോകണം. അപ്പോൾ പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചോറും കറികളൊക്കെ അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ പെട്ടെന്നൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ടേ. പിന്നെ നമുക്കുള്ളൊരു ജോലിയെന്ന് വെച്ചെന്നാൽ എത്ര കഴുകിയാലും ഈ പാത്രങ്ങൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യം എടുക്കുന്നത് അപ്പം തന്നെ കഴുകിയൊക്കെ വയ്ക്കും. എന്നാലും എങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ കൂടി വരുമെന്ന് അറിയില്ല കേട്ടോ. എപ്പോഴും ഈ പാത്രം കഴുകി വയ്ക്കാനേ നേരമുള്ളൂ. അത് തന്നെയാണ് ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് അതായിരിക്കും. പിന്നെ ഉച്ച സമയം ആയതുകൊണ്ട് ക്ലാസ്സിന് പോകാൻ മോൾക്ക് നല്ല മടിയുണ്ടായിരുന്നു. പിന്നെ മോൻ്റെ മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് മോൻ വണ്ടിയിലാണ് കൊണ്ടാക്കിയത്. അങ്ങനെ അവർ കോളേജിലേക്ക് പോവുകയാണ്. ഗേറ്റ് അടയ്ക്കാനായിട്ട് പോയപ്പോൾ വീഡിയോ എടുക്കുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പെട്ടെന്ന് പുള്ളി അങ്ങ് ചമ്മിപ്പോയേ. മോൻ തിരിച്ചു വന്നപ്പോൾ കുറച്ച് നമ്മുടെ നാടൻ ചീര വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞു ഉടനെ തോരൻ വെച്ചെടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കിപ്പോൾ കറിയൊക്കെ ഉണ്ട്, നമുക്ക് വൈകിട്ട് തോരൻ വെച്ചെടുക്കാം. അങ്ങനെ പിന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് എൻ്റെ ചുവട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് അത് വാടിപ്പോവും, ഇലകളെല്ലാം വാടി തളർന്നു പോകും. അതിപ്പോൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷോടുകൂടി തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചിട്ട് മന്തി കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ അത് ഞാൻ ആവിയൊക്കെ കയറ്റിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ അത് കഴിച്ചോളാമെന്ന് പറഞ്ഞ് പിന്നെ ഞാനും അനുവും ചോറ് കഴിക്കാനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഊണെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ കഴുകിയിട്ട് കുറച്ച് തുണികളൊക്കെ എടുത്തിട്ട് പിന്നെ കഴുകിയ കുറച്ച് തുണികൾ ഇടാനും ഒക്കെ ഉണ്ടായിരുന്നേ. സെറ്റിയുടെ കവറൊക്കെ കഴുകിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടണം. അപ്പോൾ രാവിലെ കഴുകിയ തുണികളെല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടി. നല്ല വെയിലാണേ. ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞ് നമുക്ക് തലവേദന ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് എപ്പോൾ വെയിൽ കൊണ്ടാലും എനിക്ക് തലവേദനയാണേ. കൂടുതലും ഞാൻ വെയിൽ കൊള്ളാതെ നോക്കും. നല്ല കട്ടിയുള്ള കവറുകളൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെയിൽ വേണം ഇതൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ സെറ്റിയുടെ കവറുകളും എല്ലാം ഒന്ന് വിരിച്ചിടിയാണ്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇപ്പോൾ ഏതായാലും നമുക്ക് അരിയും ഗോതമ്പ് അതുപോലെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് കഴുകിയിട്ട് ഉണക്കിയെടുക്കാനും മുളക് മല്ലി എല്ലാം ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെയിലാണല്ലേ നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഉണക്കി നമുക്ക് പൊടിപ്പിച്ചൊക്കെ എടുക്കാനൊക്കെ പറ്റും. പിന്നെ ഈ വീഡിയോ എടുത്തു വെച്ചതിന് ശേഷം എനിക്ക് സുഖമില്ലാതെ വന്നേ. എനിക്ക് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദന, ജോയിൻറ്റിന് വേദന, അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഡോക്ടറെ പോയി കണ്ട് അങ്ങനെ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞ് കാലിന് റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഞാനിപ്പം റെസ്റ്റിലാണേ.
കാലിന് റെസ്റ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ അടുക്കള അധിക സമയം നിൽക്കാതിരിക്കുക, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇരുന്നുകൊണ്ട് പച്ചക്കറി അരിയുക അങ്ങനെയുള്ള ജോലികൾ ചെയ്യാം. പിന്നെ മക്കൾ സഹായിച്ച് തരുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഇനിയുള്ള ജോലിയെന്ന് വെച്ചാൽ തുണികളൊക്കെ ഇന്ന് മടക്കി വയ്ക്കാനുണ്ട്. പിന്നെ മോള് വരാറൊക്കെ ആയി, ഇനി ചായ ഇടണം. അപ്പോൾ ഒരു 3-3:30 കഴിഞ്ഞപ്പോൾ മോൻ പോയിട്ട് മോളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്നിട്ട് ചായ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മോൾ അടുക്കളയിൽ വന്നിട്ട് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ എന്നോട് പറയുകയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ സാറ് ചോദിച്ചെന്ന് ഓരോരുത്തരുടെയും പഠിത്തം കഴിയുമ്പോൾ എന്താണ് ലക്ഷ്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തരുടെയും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയണമായിരുന്നു. അപ്പോൾ മോൾ എണീറ്റ് പറഞ്ഞിട്ട് മോൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടൊന്ന് എന്നെ കാണിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ മോൾക്ക് കിട്ടിയ ഗിഫ്റ്റ്. അത് ഒരു ടീഷർട്ടാണ് കേട്ടോ. അത് ആൺകുട്ടികൾ ഇടുന്ന ഒരു ടീഷർട്ടാണ്. അപ്പം ഞാൻ ചോദിക്കുകയായിരുന്നു, നിനക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ, ആൺകുട്ടികൾക്കുള്ളതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് അണ്ണന് കൊടുക്കും എന്നൊക്കെ എന്നോട് പറയണേ. രണ്ടുപേരും തമ്മിൽ 6 വയസ്സിൻ്റെ ഡിഫറൻസാണ് ഉള്ളത്. കുഞ്ഞുനാൾ മുതലേ അണ്ണാന്നാണ് വിളിച്ച് ശീലിച്ചത്. ചേട്ടാന്നൊന്നും വിളിക്കത്തില്ല, എപ്പോഴും അണ്ണാന്നേ വിളിക്കാറുള്ളൂ. അനുവിനെ അക്കയെന്നും വിളിക്കും. അപ്പം ഞാൻ ആദ്യം കട്ടൻ ചായ ആയിരുന്നു വെച്ചിരുന്നത്. പിന്നെ അവർ പോയിട്ട് വന്നപ്പോഴാണ് പാല് വാങ്ങിയിട്ട് വന്നത്. നമുക്ക് തെക്കേ വീട്ടിൽ നിന്നാണ് നമ്മളെപ്പോഴും പാല് വാങ്ങാറുള്ളത്. അവിടെ പശുവിന് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാല് കിട്ടുന്നില്ല. അപ്പം നമ്മൾ കവർ പാലൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ഇതിപ്പോൾ പുതിയൊരു പ്രോഡക്റ്റായ നല്ലൊരു പാലാണ് കണ്ടിട്ട് വാങ്ങിക്കുന്നത്. ഹൈവ എന്ന് പറയുന്നൊരു പാക്കറ്റ് പാലാണ് കേട്ടോ. കടകളിൽ ഇത് വാങ്ങാൻ ചെന്ന മിക്കപ്പോഴും കിട്ടാറില്ല, പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലായി നല്ലൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഞാൻ പിന്നെ അത് ചായ ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് കേട്ടോ. കട്ടൻ ചായ ഇട്ടത് അതും കൂടെ എടുത്ത് പാലിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ചായ ആക്കാൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാനുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട പപ്സും വടയും കൂടെ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് വടക്ക് വശം ഒരു ചെറിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. അവർ അവിടെ പൊരിച്ചു കൊടുക്കുന്ന സാധനങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തിനൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്നേരം വിചാരിച്ച് ചായയുടെ സമയമാകുമ്പോഴത്തേക്ക് ചെന്ന് നമുക്ക് കടികളൊക്കെ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇന്ന് വാങ്ങിക്കാൻ പറ്റും. ബജികളും എല്ലാം ഉണ്ട് അവിടെ. ഉരുളക്കിഴങ്ങ് ബജിയും അതുപോലെ തന്നെ ഗോതമ്പുണ്ടല്ലേ, അത് എല്ലാ ഐറ്റംസും ഒക്കെ അവർ പൊരിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ കോളേജിൽ നടന്ന ക്ലാസ്സിനെ കുറിച്ചൊക്കെയാണ് അടുക്കളയിൽ നിന്നിട്ട് തന്നെ ആ സംസാരം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതേ ചായയൊക്കെ കപ്പിലൊഴിച്ച് വടയും പപ്സും ഒക്കെ എടുത്ത് വെച്ചിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അണ്ണൻ ആ ടീഷർട്ടൊന്ന് ഇട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോയി ടീഷർട്ട് ഇട്ട് കാണിക്കാം, ചേരുവാന്ന് നോക്കണമല്ലോ. അപ്പോൾ അതേ മോൻ ഉടനെ തന്നെ ആ ടീഷർട്ട് എടുത്തിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ. അതേ എനിക്ക് കറക്റ്റ് പാകമാണ്, കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ചോറ് കഴിക്കാനായിട്ട് കുറച്ച് കറികളുടെ പോരായ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചീര ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ചീര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നന്നായിട്ട് മുഴുവനെല്ലാം കളഞ്ഞിട്ട് ക്ലീനാക്കി എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിലേക്ക് അരപ്പും കൂടെ തേങ്ങയും കൂടെ ഒതുക്കി എടുത്തിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വറവ് പൊട്ടിച്ച് നമ്മൾ സാധാരണ ചീരത്തോരൻ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ചീരയ്ക്കെന്ന് പറഞ്ഞാൽ തണ്ട് കൂടുതലുണ്ടായിരുന്നു, നല്ല ഇളത്ത തണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വറവ് പൊട്ടിച്ചതിന് ശേഷം ആദ്യം തണ്ടാണ് ഇട്ട് കൊടുത്തത്. നല്ല ഇളത്ത തണ്ടായിരുന്നേ, മൂത്ത തണ്ടൊന്നും അല്ലായിരുന്നു, കാരണം ഞാനതൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു. അതിന് ശേഷമാണ് ഇലകളിൽ അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് ഉപ്പുപൊടിയും തൂകി അരപ്പും കൂടെ ഇട്ട് ചിക്കി തോർത്തിയൊക്കെ എടുത്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമേ. ടാറ്റാ, ബൈ ബൈ, സീ യു.